ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിരവധി ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആത്മവിശ്വാസക്കുറവ്. ഈ ആത്മവിശ്വാസക്കുറവ് കാരണം ആൾക്കാരോട് ഇടപഴകുവാനും ജോലിയിൽ സാമർഥ്യക്കാരനാകുവാനും പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയാതെ വരുന്ന നിരവധി ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ട്. ഇത് വ്യക്തികളെ, കുടുംബ ജീവിതത്തിനെയും സാമൂഹ്യ ജീവിതത്തെയും തങ്ങളുടെ ജോലിയെയും കാര്യമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആത്മവിശ്വാസക്കുറവ് മാറ്റാൻ വേണ്ടി നിരവധി കാര്യങ്ങൾ നാം പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഈ 4 സ്റ്റെപ്പുകളും നിങ്ങളുടെ ജീവിതത്തിൽ അനുശാസിച്ചു കഴിഞ്ഞാൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിൽ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും മീറ്റിങ്ങിൽ പോകുന്ന സമയത്ത് ആ മീറ്റിങ്ങിൻ്റെ മുൻനിരയിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നാം ചെയ്യാറുള്ളത്, കല്യാണമാകട്ടെ അല്ലെങ്കിൽ പള്ളി, അമ്പലം മുതലായിട്ടുള്ള ഫംഗ്ഷനുകളിൽ എല്ലാവരും ബാക്ക് സീറ്റിൽ പോയി ഇരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. നമുക്ക് എപ്പോഴും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുവാനാണ് എല്ലാവർക്കും താല്പര്യം. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആത്മവിശ്വാസക്കുറവാണ്. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ നാം ഏറ്റവും മുൻബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആത്മവിശ്വാസത്തിന് കാര്യമായ മാറ്റം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുവാനുള്ള ശീലമുണ്ടാക്കുക. പലപ്പോഴും പലരും മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാറില്ല. ധൈര്യപൂർവ്വം മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുവാനുള്ള കഴിവ് നിങ്ങൾ ആർജിച്ചെടുക്കുക. ഇങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം അവർ നിങ്ങളെ വിശ്വസിക്കും എന്നുള്ളതാണ്. അവരുടെ നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങളെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരാളായി മാറ്റുക തന്നെ ചെയ്യും. നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ പോലും അയാളുടെ മുഖത്ത് നോക്കി പറയുവാനുള്ള നിങ്ങളുടെ ഭയപ്പാട് കൊണ്ട് അയാൾക്ക് നിങ്ങളോടുള്ള സംശയത്തിന് അത് ഇടവരുത്തും. നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരിലേക്ക് പകരുന്ന സന്ദേശം ഞാൻ സത്യസന്ധനും ഉന്നതനുമാണ് എന്നുള്ളതാണ്. എനിക്ക് ഭയമില്ല, ഞാൻ ആത്മവിശ്വാസമുള്ള ആളാണ് എന്നൊക്കെ നാം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച മാർഗമാണ് മറ്റുള്ളവരെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യമാണ് ശരിയായ രീതിയിൽ നടക്കുക എന്നുള്ളത്. പലപ്പോഴും ആത്മവിശ്വാസം കുറഞ്ഞ ആളുകൾ കൂനിപ്പിടിച്ചു തല കുനിച്ചു നടക്കാറുണ്ട്. നട്ടെല്ല് നിവർത്തി തല ഉയർത്തി നടക്കാൻ തുടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കും. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്സാണ് പുഞ്ചിരിയോടുകൂടി സംസാരിക്കുക എന്നുള്ളത്. സംസാരിക്കുന്ന സമയത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് സംസാരിക്കുക. ആ സംസാരത്തിൻ്റെ രീതിയും ഭാവവും തീർച്ചയായിട്ടും മാറ്റുവാൻ അങ്ങനെ സാധിക്കും. ഏതൊരു കാര്യം പറയുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാൾ മനോഹരമായി സംസാരിക്കുവാനുള്ള കഴിവ് സ്വാഭാവികമായും നേടിയെടുക്കും. മറുപടി പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ എതിർവശത്ത് നിൽക്കുന്ന ആൾ അത് വ്യക്തമായി ശ്രദ്ധിച്ച് കേൾക്കും. അതിനു പകരം മുഖം കറുപ്പിച്ച് മസിൽ പിടിച്ച് സംസാരിക്കുന്ന ഒരാളെ സംശയത്തോടു കൂടി മാത്രമേ ഏതൊരു വ്യക്തിയും ശ്രദ്ധിക്കുകയുള്ളൂ. നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ കേൾക്കുന്ന ആൾക്ക് വളരെയധികം താല്പര്യം ഉണ്ടാകും. നമുക്കെല്ലാവർക്കും ഫ്രീ ആയി നൽകുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുഞ്ചിരി. പുഞ്ചിരിക്കുന്ന സമയത്ത് ഒരു മികച്ച ഭാവം അറിയാതെ തന്നെ ഏവരിലും ഉണ്ടാകും. ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയാണെങ്കിൽ ആത്മവിശ്വാസം താനേ വന്നു ചേരും.